നിങ്ങൾ അർജന്റീനയിൽ നിൽക്കുകയാണ്. നേരെ താഴേക്ക് ഒരു വലിയ കുഴി തുറന്ന് അതിലേക്ക് ചാടിയാൽ നിങ്ങൾ എവിടെ എത്തും? വേറെ എങ്ങുമല്ല, നേരെ എതിർവശത്തുള്ള ചൈനയിൽ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ ഭൂമിയുടെ വയറ്റിലൂടെയുള്ള ഈ യാത്രയ്ക്ക് എന്ത് സംഭവിക്കും? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ഭൂമിയുടെ എതിർവശത്തുള്ള 2 പോയിന്റുകളെ സയൻസ് ആന്റിപോഡ്സ് എന്നാണ് വിളിക്കുന്നത്. അർജന്റീനയുടെ ആന്റിപോഡാണ് ചൈന. അതുകൊണ്ട് അർജന്റീനയിൽ നിന്ന് 12,700 കിലോമീറ്റർ താഴേക്ക് ഒരു തുരങ്കമുണ്ടാക്കി അതിലേക്ക് നിങ്ങൾ ചാടിയാൽ നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. ആദ്യം നമുക്ക് കുഴിക്കുന്ന കാര്യം നോക്കാം. മനുഷ്യൻ ഇതുവരെ ഭൂമിയിൽ ഉണ്ടാക്കിയ ഏറ്റവും ആഴമുള്ള കുഴി റഷ്യയിലെ കോലാർ സൂപ്പർ ഡീപ് ബോർഹോൾ ആണ്. വെറും 12 കിലോമീറ്റർ. അതിന് താഴേക്ക് പോയാൽ ചൂട് കാരണം മെഷീൻസ് ഉരുകിപ്പോകും. കാരണം ഭൂമിയുടെ കോറിലെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മുടെ സൂര്യന്റെ ഉപരിതലത്തിലുള്ള അതേ ചൂട്. അവിടെ ഒരു ടണൽ ഉണ്ടാക്കുക എന്നത് നിലവിൽ അസാധ്യമാണ്. ഇനി ഒരു മാജിക് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കുഴിച്ചു എന്ന് വിചാരിക്കുക. ആ ടണലിലേക്ക് നിങ്ങൾ ചാടിയാൽ താഴേക്ക് പോകുന്തോറും ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം നിങ്ങളുടെ വേഗത ഭീകരമായി കൂടും. കൃത്യം ഭൂമിയുടെ നടുക്കെത്തുമ്പോൾ നിങ്ങളുടെ സ്പീഡ് മണിക്കൂറിൽ 29,000 കിലോമീറ്റർ ആയിരിക്കും. അവിടെ എത്തുമ്പോൾ ഗ്രാവിറ്റി 0 മാറും. അതായത് നിങ്ങൾക്ക് ഒട്ടും ഭാരം അനുഭവപ്പെടില്ല. ഭൂമിയുടെ നടുവിലെത്തുമ്പോൾ ഗ്രാവിറ്റി 0 ആകുമെങ്കിലും ആ ഭീമമായ സ്പീഡ് കാരണം നിങ്ങൾ അവിടെ നിൽക്കില്ല. നേരെ എതിർവശത്തേക്ക്, അതായത് ചൈനയിലേക്ക് തെറിച്ചു പോകും. മുകളിലേക്ക് പോകുന്തോറും സ്പീഡ് കുറഞ്ഞു വരും. നിങ്ങൾ ചാടി കൃത്യം 42 മിനിറ്റ് കഴിയുമ്പോൾ ചൈനയിലുള്ള ഒരാൾക്ക് നിങ്ങളെ കൈ പിടിച്ച് കയറ്റാം. അയാൾ നിങ്ങളെ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും താഴേക്ക് തന്നെ പോകും. ഒരു പെൻഡുലം പോലെ ഭൂമിയുടെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ അർജന്റീനയിൽ നിന്ന് ചൈനയിലേക്ക് ഭൂമി തുറക്കുക എന്നത് പ്രാക്ടിക്കൽ അല്ലെങ്കിലും ഫിസിക്സിൽ ഏറ്റവും രസകരമായ ഒരു തിയറിയാണിത്. ഇതിനെ ഗ്രാവിറ്റി ട്രെയിൻ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാജിക് ടണൽ കിട്ടിയാൽ ഏത് രാജ്യത്തേക്കാണ് പോകാൻ ഇഷ്ടം? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.